സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ 26ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ. അതായത് ഇന്ത്യൻ സമൂഹവും ഗോത്രം, ഗ്രാമം, നഗരം ഇവയെക്കുറിച്ചാണ്. ഇന്ത്യൻ സമൂഹത്തിലെ ഗോത്രത്തെക്കുറിച്ചും ഗ്രാമങ്ങളെക്കുറിച്ചും നഗരങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിലാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ മെനി ട്രൈബൽസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഗോത്ര വിഭാഗക്കാരുണ്ട്? 461 ഗോത്ര വിഭാഗക്കാരാണ് ഇന്ത്യയിൽ ഉള്ളത്. ഗോത്രവർഗ്ഗക്കാരെ എന്തൂരമുണ്ട് ഇന്ത്യയിൽ എന്നാണ്. 461. നെയിം ദ മേജർ നോർത്ത് ഈസ്റ്റ് ട്രൈബ്സ്. പ്രധാനപ്പെട്ട വടക്ക് കിഴക്കൻ ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ്? വടക്ക് കിഴക്കൻ മേലെ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ ആരൊക്കെയാണ്? നാഗന്മാർ. അതായത് നാഗാലാൻഡാണ് വടക്ക് കിഴക്കൻ പ്രദേശത്തിലുള്ള നാഗാലാൻഡ്, മിസോറാം ഈ പ്രദേശങ്ങളിലൊക്കെ ഗോത്രവർഗ്ഗക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാഗ, മിസോ, ലെപ്ച, ഗാസി, ഗാരോ ഇതൊക്കെയാണ് വടക്ക് കിഴക്കൻ മേഖലകളിലെ ഗോത്രവിഭാഗക്കാർ. വെൻ ദ പഞ്ചായത്തി രാജ് വാസ് സ്റ്റാർട്ടഡ്. പഞ്ചായത്തി രാജ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1959 പഞ്ചായത്തി രാജ് ആരംഭിക്കുന്നത്. വെൻ വാസ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടഡ്? എന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത്? 1952 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത്. അടുത്ത മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. പോയിൻ്റ് ഔട്ട് ട്രൈബൽ പ്രോബ്ലംസ് വേർ ദാറ്റ് ഫേസ്ഡ് ബൈ ട്രൈബൽസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂള്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഗോത്രവർഗ്ഗക്കാർ പ്രധാനമായും നേരിട്ട പ്രശ്നങ്ങൾ ഏവ വിശദമാക്കുക. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഗോത്രവർഗ്ഗക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഗോത്രവർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടത്. ബ്രിട്ടീഷുകാരിവിടെ വന്നതിന് ശേഷമാണ് ഗോത്രവർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടത്. അവരുടെ സ്വാതന്ത്ര്യമെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതായതെല്ലാം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. അതിനു മുമ്പ് അവർ ഒറ്റപ്പെട്ട് സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു. അവർ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ച ഒരു വിഭാഗക്കാരായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാർ. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അവരുടെ സ്വാതന്ത്ര്യമെല്ലാം പോയി. അവർ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടു. അതിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ഗോത്രവർഗ്ഗക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഒന്നാമത്തെ കാരണം എന്താണ്? ഗോത്രവർഗ്ഗക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. 2, ഗോത്രമേഖലയിൽ ധാതു വിഭവങ്ങൾ വളരെ ഏറെ ഉണ്ടായിരുന്നു. അത് ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഗോത്രവർഗ്ഗക്കാർ അധിവസിച്ചിരുന്ന പ്രദേശങ്ങളിൽ, കാടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഗോത്രവർഗ്ഗക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ ധാതു വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൈക്കലാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗക്കാരെ ആക്രമിച്ചു. പിന്നെ മിഷണറിമാരുടെ കടന്നുവരവ്, അതുപോലെ തന്നെയാണെങ്കിലും ഗോത്രമേഖലയിൽ വ്യാവസായിക ശാലകൾ സ്ഥാപിച്ചതോടുകൂടി തങ്ങളുടെ വാസസ്ഥലം ഇല്ലാതായിത്തീർന്നു. ഗോത്രമേഖലകളിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ വ്യവസായ ശാലകളൊക്കെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. അതുവഴി എന്ത് സംഭവിച്ചു? ഗോത്രവർഗ്ഗക്കാർ വലിയ വലിയ വ്യവസായശാലകൾ സ്ഥാപിച്ചത് വഴി അവർക്ക് അവിടം വിട്ടു പോകേണ്ടി വന്നു. അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെയെല്ലാമാണ് ഗോത്രവർഗ്ഗക്കാർ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നു. വാട്ട് ഈസ് ട്രൈബ്? അടുത്ത ക്വസ്റ്റ്യനാണ്. ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ ഗോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ട്രൈബ്? പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഗോത്രം എന്ന് പറയുന്നത്. എന്താണ് ഗോത്രം എന്ന് പറഞ്ഞാൽ? പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായ ഭാഷ സംസാരിക്കുകയും അവരെല്ലാവരും ഒറ്റക്കെട്ടുകളായിരിക്കും. ഈ ഗോത്രവർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരരായ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോത്രം എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്. ഇനി ട്രൈബൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സവിശേഷതകളാണ് ഗോത്രവർഗ്ഗക്കാർക്കുള്ളത്? ഐക്യരൂപമുള്ള വംശീയ വിഭാഗം. നമ്മൾ പറഞ്ഞു, ഇവർ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് അധിവസിക്കുകയാണ് ഈ ഗോത്ര വിഭാഗക്കാരെല്ലാവരും കൂടെ, അല്ലേ? അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? ഐക്യമുണ്ട്. ഗോത്രവർഗ്ഗക്കാർ ഐക്യരൂപമുള്ള വംശീയ വിഭാഗക്കാരാണ്. പൊതുവായൊരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അറിയാവുന്ന വ്യക്തിത്വം.
ഇവർക്ക് ഈ ഗോത്രവർഗ്ഗക്കാർക്ക് പൊതുവായൊരു ഭാഷയും സംസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരെ വേറിട്ടറിയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. നല്ലൊരു വ്യക്തിത്വമുള്ള ആളുകളാണ് ഇവർ. പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ഇവർ ആശ്രയിച്ചിരുന്നു. ഇവർക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ വലിയ വലിയ യന്ത്രങ്ങളൊന്നും ഉപയോഗിച്ചല്ല കൃഷി ചെയ്തിരുന്നത്. ഇവർ വെറും പ്രാകൃതമായ പഴയ കാലത്തെ രീതികളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവരുടെ ഭാഷയ്ക്ക് ലിപികളില്ല. നാലാമത്തെ പോയിൻ്റാണ്, ഇവരുടെ ഭാഷയ്ക്ക് ലിപികളില്ല. അഞ്ചാമത്തെ പോയിൻ്റ്, ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നു. ഈ ഗോത്രവർഗ്ഗക്കാർ ഒരു പ്രത്യേക മേഖലയിലായിരിക്കും അധിവസിക്കുന്നത്. ഇവർക്ക് പ്രത്യേക ഭാഷയൊന്നുമില്ല, ലിപികളൊന്നുമില്ല. ഇവരുടെ ഭാഷയ്ക്ക് ലിപികളില്ല. പിന്നെ വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവമുണ്ട്. ഇവരുടെ ഇടയിൽ വലിയ അഭ്യസ്തവിദ്യരായ തൊഴിലാളികളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവമുണ്ട്. വ്യക്തമായ നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തികളുമുണ്ട്. ഇവർക്ക് വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തികളുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മേജർ ട്രൈബൽ പ്രോബ്ലംസ്. ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, മേജർ ട്രൈബൽ പ്രോബ്ലംസ്. ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്, ഗോത്രവർഗ്ഗക്കാർ. അതാണ് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. ഭൗതികമായും സാമൂഹ്യമായുമുള്ള ഒറ്റപ്പെടൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഒന്നാമത് തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം. ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. അടുത്തത് സാംസ്കാരിക പ്രശ്നങ്ങൾ. ഗോത്ര സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഈ ഗോത്രജനങ്ങളുടെ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രത്യേക തരത്തിലുള്ള സംസ്കാരങ്ങളാണ് ഈ ഗോത്രവർഗ്ഗക്കാർക്കുള്ളത്. ഗോത്രവർഗ്ഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയവ ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. മറ്റ് നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതാണ് സാംസ്കാരികമായ പ്രശ്നങ്ങൾ. മൂന്നാമത്തത് സാമൂഹ്യ പ്രശ്നങ്ങൾ. മൂന്നാമത്തത് എന്താണ്? സാമൂഹ്യ പ്രശ്നങ്ങൾ. സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും നിരക്ഷരത. ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിരക്ഷരത. അവരുടെ പിന്നോക്ക അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണവും ഈ നിരക്ഷരതയാണ്. ഗോത്രവർഗ്ഗക്കാർക്ക് വലിയ അറിവൊന്നുമില്ല, അവർ അക്ഷരാഭ്യാസമുള്ളവരൊന്നും അല്ല. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ന് നേരിടേണ്ടി വരുന്നത്. പിന്നെ ആരോഗ്യവും പോഷകാഹാരക്കുറവും. ആരോഗ്യം പോഷകാഹാരവും. ഗോത്രവർഗ്ഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ്. എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർക്ക് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അനാരോഗ്യവും പോഷകാഹാരക്കുറവുമാണ് ഗോത്രവർഗ്ഗക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം. അടുത്തതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ. സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് സാമൂഹ്യ പ്രശ്നങ്ങൾ ശരിക്കും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? നിരക്ഷരതയും ആരോഗ്യവും പോഷകാഹാരവും. നിരക്ഷരതയും ആരോഗ്യവും പോഷകാഹാരവും സാമൂഹ്യ പ്രശ്നങ്ങൾക്കകത്ത് വരുന്നതാണ്. അടുത്താണ് സാമ്പത്തിക പ്രശ്നങ്ങൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗ്ഗക്കാർ. വലിയധികം സമ്പത്തൊന്നും ഉള്ളവരല്ല ഗോത്രവർഗ്ഗക്കാർ. അവരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ വേട്ടയാടൽ, മീൻപിടുത്തം, ഭക്ഷണം ശേഖരിക്കൽ, ഇവയൊക്കെയാണ്. ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ താഴെ പറയുന്നവയാണ്. ദാരിദ്ര്യവും കടബാധ്യതയും. ഗോത്രവർഗ്ഗക്കാരുടെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഏതാണ്? ദാരിദ്ര്യവും കടബാധ്യതയും. ദാരിദ്ര്യമാണ് കടബാധ്യതയ്ക്ക് മുഖ്യ കാരണം. ഭൂരിപക്ഷം ഗോത്രവർഗ്ഗങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ഉൽപ്പാദന മേഖലയിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ പ്രാകൃതവുമാണ്. ദാരിദ്ര്യവും കടബാധ്യതയും വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള സാങ്കേതിക വിദ്യകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് പുതിയ പുതിയ അറിവുകളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നത്. സ്ഥിരമായ വിപണിയുടെ അഭാവം. ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നം അവരുടെ ഭൂമി അന്യാധീനപ്പെടാൻ തുടങ്ങിയതാണ്. ഗോത്രവർഗ്ഗക്കാരെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഗോത്രവർഗ്ഗക്കാരെ അവർ താമസിച്ചിരുന്ന പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിച്ച് വിടാനായിട്ട് ഉള്ള പദ്ധതിയൊക്കെ ആരംഭിച്ചത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്.
സ്ഥിരമായ വിപണിയുടെ അഭാവം ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഗോത്രവർഗ മേഖലയിൽ സംവിധാനങ്ങളില്ല. ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് അവർക്ക് സ്ഥലമൊന്നുമില്ല. അപ്പോൾ അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കണമെങ്കിൽ ചന്തയിലേക്ക് വരേണ്ടി വരും. അവർക്ക് അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും ലഭിക്കുന്നില്ല. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ടൗണിൽ കൊണ്ടുവന്ന് വിൽക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിലയും കുറവാണ്. അപ്പോൾ ഇത്രയും. അടുത്ത ഇത് നോക്കിക്കേ. തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയും, ഇതൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളാണ്. ഇത് നന്നായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയും, അത് ഗോത്രവർഗ്ഗക്കാരിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ്. കൊല്ലം മുഴുവനും ഇവർ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ദാരിദ്ര്യമൊക്കെയാണ് വന്ന് ഭവിക്കുന്നത്. അതായത് ഒരു കൊല്ലം മൊത്തം ഒന്നും ഇവർക്ക് ജോലിയൊന്നും ഇല്ല. ഇവർ ചെയ്യുന്ന ജോലികളൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊല്ലം മുഴുവൻ ലഭിക്കുന്ന ജോലികളല്ലാത്തത് കൊണ്ട് ഇവർക്കാണെങ്കിൽ തൊഴിൽ സംതൃപ്തിയില്ല. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഗോത്രവർഗ മേഖലകളിൽ ബാങ്കിങ് സൗകര്യം വിരളമാണ്. അവർക്ക് ബാങ്കിങ് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമ്പത്തൊക്കെയാണ് അവർക്ക് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള കാര്യം പോലും അറിയില്ല. അതിനാൽ ഗോത്രവർഗ്ഗക്കാർക്ക് പണത്തിന് സ്വകാര്യ പണമിടപാടുകാരെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. മതപരമായ പ്രശ്നങ്ങൾ. ഗോത്രവർഗ്ഗക്കാരുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ്. ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മതം മാറിയപ്പോൾ അവർ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഇത് ദീർഘകാലം തലമുറകളായി പിന്തുടരുന്ന കൂട്ടായ്മ ഇല്ലാതാക്കി. മതപരമായ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഗോത്രവർഗ്ഗക്കാരുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ്. ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും പരിവർത്തനം നടത്തിയപ്പോൾ ഹിന്ദു മതത്തിലേക്കും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലേക്കുമൊക്കെ പരിവർത്തനം നടത്തിയപ്പോൾ അവർ തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. അവരുടെ മതങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വിഭജിക്കപ്പെട്ടു. ഡിഫൈൻ റൂറൽ സൊസൈറ്റി. അടുത്താണ് ഡിഫൈൻ റൂറൽ സൊസൈറ്റി. ഗ്രാമസമൂഹം എന്താണെന്ന് നിർവചിക്കുക. കൃഷിയിടങ്ങളിലോ ചെറിയ കുടിലുകളിലും ഗ്രാമങ്ങളിലോ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നവരെ ഗ്രാമസമൂഹക്കാർ എന്ന് പറയുന്നു. കൃഷിയിടങ്ങളിലോ ചെറുകുടിലുകളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നവരെ ഗ്രാമസമൂഹക്കാർ എന്ന് വിളിക്കുന്നു. പോയിൻ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി. ഗ്രാമസമൂഹങ്ങളുടെ സവിശേഷതകൾ എഴുതാനായിട്ട്. റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേന് ഗ്രാമസമൂഹങ്ങൾ. പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. ഒന്നാമത്തെ പോയിൻ്റാണ് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. അടുത്ത ക്വസ്റ്റ്യൻ. പോയിൻ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി. ഗ്രാമസമൂഹങ്ങളുടെ സവിശേഷതകൾ എഴുതുക. ഒന്നാമത്തേത് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. ഒന്നാമത്തേതാണ് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. ഗ്രാമസമൂഹങ്ങൾ പ്രാഥമിക സമൂഹങ്ങളാണ്. ഗ്രാമസമൂഹങ്ങളെ നമ്മൾ പ്രാഥമിക സമൂഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആ സമൂഹത്തിൽ ബന്ധങ്ങൾ പ്രാഥമിക സാമൂഹ്യ ബന്ധങ്ങളാണ്. അതായത് ഗ്രാമസമൂഹത്തിലുള്ള ആളുകൾക്ക് ബന്ധങ്ങൾ കൂടുതലായിരിക്കും. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പരസ്പരം കൂടുതൽ ബന്ധങ്ങൾ പുലർത്തുന്നവരായിരിക്കും. പ്രാഥമിക സമൂഹത്തിലെ ആളുകൾ പരസ്പരം അടുത്ത് ഇടപഴകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ എപ്പോഴും കാണുകയും വർത്തമാനം പറയുകയും അടുത്ത് ഇടപഴകുകയൊക്കെ ചെയ്യുന്നവരാണ് ഗ്രാമസമൂഹങ്ങളിലെ ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഏകജാതീയത. രണ്ടാമത്തെ പോയിൻ്റാണ് ഏകജാതീയത. ഗ്രാമസമൂഹങ്ങൾ പ്രധാനമായും ഏകജാതീയരായിരിക്കും. സാമൂഹ്യ ജീവിതത്തിൽ ഐക്യരൂപവും പ്രകടമാക്കും. നഗരങ്ങളെ പോലെയല്ല, ഗ്രാമങ്ങളിലാണെങ്കിൽ ജനങ്ങൾക്ക് ഐക്യമുണ്ടായിരിക്കും, സഹകരണം ഉണ്ടായിരിക്കും. അവർ ഒറ്റ ജനത എന്നൊരു മനോഭാവം അവർക്കുണ്ടായിരിക്കും. ഏകജാതീയത. മൂന്നാമത്തെ പോയിൻ്റ് സ്വയം പര്യാപ്തത. ഓരോ ഗ്രാമസമൂഹവും സ്വയം പര്യാപ്തതയ്ക്ക് ശ്രമിക്കുന്നവരാണ്. അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവർ സ്വയം പര്യാപ്തതയ്ക്ക് ശ്രമിക്കുന്നവരാണ്. ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമായ ഒന്നാണ്. ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമാണ്. അടുത്തത് തൊഴിലുകൾ. ഗ്രാമസമൂഹങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. ഗ്രാമസമൂഹങ്ങളിലെ പ്രധാന തൊഴിൽ കൃഷിയാണ്. വളരെ കുറച്ച് പേർ മാത്രമേ കാർഷികേതര ജോലികളിൽ ഏർപ്പെടാറുള്ളൂ. തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും ഗ്രാമസമൂഹങ്ങളിൽ കുറവാണ്. തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും അല്ല വലിയ യന്ത്രവൽകൃത ജോലികളോ ഒന്നും ഗ്രാമസമൂഹങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല.
പിന്നെ കുടുംബത്തിൻ്റെ പ്രാധാന്യം. കൂട്ടുകുടുംബ സംവിധാനമാണ് ഗ്രാമസമൂഹത്തിൻ്റെ സവിശേഷത. ഗ്രാമങ്ങളിൽ മിക്കവയും കൂട്ടുകുടുംബങ്ങളായിരിക്കും. കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമസമൂഹത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും. കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമസമൂഹത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും. അയൽവക്കങ്ങളുടെ പങ്ക്. ഗ്രാമത്തിലെ കുടുംബങ്ങൾ തമ്മിൽ അപരിചിതത്വം ഉണ്ടായിരിക്കുകയില്ല. എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഇടപഴകുന്നു. ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾ തമ്മിൽ അപരിചിതത്വം ഉണ്ടാകുകയില്ല. എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഇടപഴകുന്നു. യജമാന സമ്പ്രദായം. ഗ്രാമീണ ഇന്ത്യയിലെ മറ്റൊരു സവിശേഷതയാണ് യജമാന സമ്പ്രദായം. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് യജമാന സമ്പ്രദായം. ഇത് പ്രകാരം ഉയർന്ന ജാതികൾ യജമാനന്മാരും മറ്റുള്ളവർ സേവക ജാതിക്കാരുമാണ്. ഉയർന്ന ജാതിക്കാരെ പരിചരിക്കാനായിട്ട് സേവക ജാതിയിൽപ്പെട്ടവർ ബാധ്യസ്ഥരാണ്. അതായത് യജമാന അടിയാൻ കുടിയാൻ ബന്ധങ്ങളൊക്കെയാണേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മതപ്രതിപത്തി. അതായത് അടുത്താണ് മതപ്രതിപത്തി. ഗ്രാമസമൂഹങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. കൃഷി പ്രധാനമായും പ്രകൃതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നതിനും ബഹുമാനിക്കുന്നതിനും അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പം ഗ്രാമസമൂഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ കൃഷിയാണ്, തൊഴിൽ കൃഷിയാണ്. അപ്പോൾ ഈ തൊഴിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ടായിരിക്കും. ഇവർ ദൈവത്തെ ആശ്രയിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ കൃഷി ഇറക്കുന്നതും ഒക്കെ ആണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി ശക്തിയെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ദൈവവുമായിട്ട് ഒരു പ്രകൃതി ശക്തികളെയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ ഒരു കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഗ്രാമങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഗ്രാമസമൂഹങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഗ്രാമസമൂഹങ്ങളുടെ പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം, ഏകജാതീയത, സ്വയം പര്യാപ്തത, തൊഴിലുകൾ, കുടുംബത്തിൻ്റെ പ്രാധാന്യം, അയൽവക്കങ്ങളുടെ പങ്ക്, യജമാന സമ്പ്രദായം, പ്രതിപത്തി. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. ഇനി ഡിഫൈൻ അർബൻ സൊസൈറ്റി. നഗരസമൂഹത്തെ നിർവചിക്കാം. താരതമ്യേന വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും സാമൂഹ്യമായി വൈവിധ്യമുള്ളതും വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായ പ്രദേശമാണ് നഗരം എന്ന് പറയുന്നത്. നഗരം എന്ന് പറയുന്നത് എന്നാണ്, താരതമ്യേന വലിയ വിസ്തൃതിയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങൾ കൂടുതലുള്ളതായിരിക്കും, വൈവിധ്യമുള്ളതും ജനങ്ങൾ കൂടുതലും, അതുപോലെ തന്നെയാണെങ്കിൽ വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായ പ്രദേശങ്ങളാണ് നഗരം എന്ന് പറയുന്നത്. പോയിൻ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റി. ഇനി അർബൻ സൊസൈറ്റിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സാമൂഹ്യ വൈജാതികതകൾ. നഗരസമൂഹം വിഭിന്ന ഗുണങ്ങളോട് കൂടിയതാണ്. നഗരത്തിലാണെങ്കിലും പലതരത്തിലുള്ള ആളുകളാണ് അധിവസിക്കുന്നത്. ഗ്രാമങ്ങളെപ്പോലെയല്ല, പലതരത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ വിഭിന്ന ഗുണങ്ങളാണ് അവിടെ ഉള്ളത്. നഗരജീവിതം സങ്കീർണമാണ്, വളരെയധികം കോംപ്ലിക്കേറ്റഡാണ് നഗരജീവിതം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിത രീതിയിൽ വമ്പിച്ച അന്തരങ്ങൾ കാണപ്പെടുന്നു. ജനങ്ങളുടെ ജീവിത രീതിയിലാണെങ്കിലും അവിടെ വമ്പിച്ച ഹൈ ക്ലാസ് ആളുകളും കാണും, അതുപോലെ തന്നെ ലോ ക്ലാസ് ആളുകളും നഗരങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ അന്തരവുകൾ കാണാൻ സാധിക്കുന്നു. അപരിചിതത്വം. ചെറിയ ഒരു പ്രദേശത്ത് ജനസാന്ദ്രത വളരെ കൂടുതലാകുമ്പോൾ അവർക്കിടയിൽ അപരിചിതത്വം നിലനിൽക്കും. നമ്മൾ പറഞ്ഞു ഗ്രാമങ്ങളിലാണ് എല്ലാവരും അടുത്ത് ഇടപഴകാറുണ്ട് എന്ന്. പക്ഷേ നഗരങ്ങളിൽ അങ്ങനെയല്ല. ആളുകൾ തമ്മിൽ പരസ്പരം കാണുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. അവരുടേതായ തിരക്കുകളും ജോലികളുമായിട്ട് ഓടുന്നതിനിടയ്ക്ക് അടുത്തുള്ളവരെയൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. അപ്പോൾ അവിടെ ഒരു അപരിചിതത്വം കാണാൻ സാധിക്കും. നഗരങ്ങളിൽ അപരിചിതത്വമുണ്ട്. തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും നഗരങ്ങളുടെ പ്രത്യേകതയാണ്. തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും. നഗരസമൂഹത്തിൽ തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും കാണപ്പെടുന്നു. വ്യക്തിപരമല്ലാത്ത സാമൂഹ്യ ബന്ധങ്ങൾ. നഗരസമൂഹത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന എടുത്തു പറയേണ്ട സവിശേഷതയാണ് വ്യക്തിബന്ധങ്ങളുടെ അഭാവമാണ്. അവിടെ വ്യക്തിബന്ധങ്ങളില്ല, എല്ലാം സ്വാർത്ഥ താല്പര്യക്കാരും ആരാണ്. അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തി താല്പര്യങ്ങളില്ല, വ്യക്തി ബന്ധങ്ങളും ഇല്ല. സാമൂഹ്യമായ ചലനാത്മകത. അടുത്ത പോയിൻ്റാണ് സാമൂഹ്യമായ ചലനാത്മകത. നഗരസമൂഹം തീക്ഷ്ണമായ അതിൻ്റെ ചലനാത്മകതയിൽ ശ്രദ്ധേയമാണ്. നഗരത്തിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നഗരസമൂഹത്തിൽ വ്യക്തിയുടെ പദവി നിശ്ചയിക്കുന്നത് ജന്മത്തേക്കാൾ കൂടുതലും നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സ്ഥാനപരമായ വേർതിരിവ്. നഗരസമൂഹത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്. ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ നഗരങ്ങളിലേക്ക് ആകർഷിതരാകുകയും ചെയ്യുന്നു. ഇത് നഗരങ്ങളുടെ ജനസാന്ദ്രത വർദ്ധിപ്പിക്കുന്നു. സന്നദ്ധ സംഘങ്ങളുടെ ആധിക്യം. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് സന്നദ്ധ സംഘങ്ങളുടെ ആധിക്യം. നഗരസമൂഹങ്ങളിലെ മറ്റൊരു പ്രധാന സവിശേഷത സന്നദ്ധ സംഘങ്ങളുടെ ആധിക്യമാണ്.
ഇത്രയൊക്കെയാണ് നഗരസമൂഹങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? സാമൂഹ്യ വൈജാതികതകൾ, അപരിചിതത്വം, തൊഴിൽ വിഭജനവും വൈവിധ്യവൽക്കരണവും, വ്യക്തിപരമല്ലാത്ത സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യമായ ചലനാത്മകത, ഇങ്ങനെയുള്ള ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി. ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഇപ്പം നമ്മൾ പഠിച്ചതാണ് ഗ്രാമസമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്, നഗരസമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുതന്നെയാണ് അതിൻ്റെ വ്യത്യാസമായിട്ട് ഇവിടോട്ട് എഴുതാവുന്നത്. അപ്പം ഗ്രാമങ്ങളിലാണെങ്കിൽ ജനസാന്ദ്രത കുറവാണ്, നഗരങ്ങളിൽ ജനസാന്ദ്രത കൂടുതലാണ്. ജനങ്ങൾ കൂടുതലുള്ളത് നഗരങ്ങളിലാണ്, ഗ്രാമങ്ങളിൽ കുറവായിരിക്കും. പിന്നെ ഗ്രാമങ്ങൾക്കാണ് പ്രകൃതിയുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. എന്നാൽ നഗരങ്ങളിൽ അധിവസിക്കുന്നവർക്ക് പ്രകൃതിയുമായി നേരിട്ട് ബന്ധമില്ല. കൃഷിയാണ് ഗ്രാമങ്ങളിലെ മുഖ്യ തൊഴിൽ. എന്നാൽ നഗരങ്ങളിൽ കാർഷികേതര ജോലികൾക്കാണ് പ്രാധാന്യം, കൃഷിയേക്കാൾ മറ്റ് ജോലികൾക്കാണ് പ്രാധാന്യം. ഗ്രാമങ്ങളിൽ അയൽവക്കങ്ങൾ തമ്മിൽ ഏറെ ബന്ധങ്ങൾ കൽപ്പിക്കുന്നു അല്ലേ, എന്നാൽ നഗരങ്ങളിലാണെങ്കിൽ അയൽപക്കങ്ങൾക്ക് പ്രാധാന്യം കുറവാണ്. ഗ്രാമം ചലനാത്മകത തീരെ കുറവാണ്, ഗ്രാമങ്ങളിൽ ചലനാത്മകത കുറവാണ്. എന്ന് വെച്ചാൽ ചലനാത്മകത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ പയ്യെ നടക്കത്തുള്ളൂ, സാവകാശമാണ് അവിടെ മാറ്റങ്ങളൊക്കെ നടക്കുന്നത് ഗ്രാമങ്ങളിൽ. എന്നാൽ വളരെ പെട്ടെന്നായിരിക്കും നഗരങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ചലനാത്മകത നഗരങ്ങളിൽ കൂടുതലായിരിക്കും. യാഥാസ്ഥിതികരാണ്, ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ യാഥാസ്ഥിതികരാണ്, പാവങ്ങളും അവർ ശരിക്കും മണ്ണിനോട് മല്ലടിച്ച് കഴിയുന്ന യാഥാസ്ഥിതിക മനുഷ്യരായിരിക്കും. എന്നാൽ നഗരങ്ങളിലുള്ളവരെങ്ങനെയാണ്? പുരോഗമനവാദികളാണ്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി വളരെ താഴെയാണ് ഗ്രാമങ്ങളിൽ. സ്ത്രീകളുടെ സാമൂഹ്യ പദവി, സ്ത്രീകൾക്ക് മിക്കവർക്കും ജോലിയൊന്നും ഉണ്ടാകണമെന്നില്ല, അവർ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകളുടെ സാമൂഹ്യ പദവി വളരെ താഴെയാണ്. എന്നാൽ നഗരങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യ സാമൂഹ്യ പദവിയാണ്. നഗരങ്ങളിലാണെങ്കിൽ എല്ലാവരും സ്ത്രീയും പുരുഷനും ഒക്കെ ചിലപ്പം പുരുഷനേക്കാൾ ഉയർന്ന ജോലിയും എല്ലാം വഹിക്കുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരേ പദവിയാണ് രണ്ടു പേർക്കും ഉള്ളത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വ്യത്യാസമായിട്ട് പറയപ്പെടുന്നത്. ഇനി ഡിസ്ക്രൈബ് ബ്രീഫ്ലി അർബൺ സോഷ്യൽ പ്രോബ്ലംസ്. നഗരങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതാനായിട്ട്. നഗരങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. നഗരങ്ങളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ഫസ്റ്റ് വൺ, ചേരികൾ. നഗരങ്ങളിൽ ഇഷ്ടം പോലെ ചേരികൾ രൂപാന്തരപ്പെടാറുണ്ട്. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും വർദ്ധിച്ചതോടെ നഗരങ്ങളിൽ ചേരികളും വർദ്ധിക്കുന്നു. ജനസംഖ്യയുടെ കേന്ദ്രീകരണം. ജനസംഖ്യ വളരെയധികമായിട്ട് പെരുകുന്നത് നഗരങ്ങളിലാണ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് വളരെ കൂടുതൽ പേർ താമസിക്കേണ്ടി വരുന്നത് നഗരങ്ങളിലെ പ്രധാന പ്രശ്നമാണ്. പാർപ്പിട ദൗർലഭ്യം, പാർപ്പിടമില്ലായ്മ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കാൻ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നഗരങ്ങളിലെ ജനങ്ങൾ തിങ്ങിക്കൂടി പാർക്കുന്നു. അവിടങ്ങളിൽ കൂടുതൽ ജോലി സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ നഗരങ്ങളിലേക്ക് പോയി താമസിക്കും. അങ്ങനെ നഗരങ്ങളിലാകുമ്പോഴത്തേനും അവിടെ പാർപ്പിട സൗകര്യം വളരെ കുറവായിരിക്കും. ജലവിതരണം, അതുപോലെ തന്നെ ജലവിതരണവും കഷ്ടപ്പാടിലാണ് അല്ലേ. നഗരങ്ങളിലൊക്കെ ആണെങ്കിലും 24 മണിക്കൂറും തുടർച്ചയായി ശുദ്ധജലം ലഭിക്കുന്ന നഗരങ്ങളില്ല എന്ന അവസ്ഥയിൽ നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നതാണ്. നഗരങ്ങളിൽ വെള്ളം ലഭിക്കുന്നില്ല. നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ കിണറോ തോടോ കുളമോ ഒക്കെ ഉണ്ടാവും അല്ലേ വെള്ളം എടുക്കാനായിട്ട്. എന്നാൽ നഗരങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ശുദ്ധജല ലഭ്യതയൊക്കെ വളരെ കുറവാണ് നഗരങ്ങളിലാണെങ്കിലും. ഗതാഗതക്കുരുക്കും. നഗരങ്ങളിലെ ഗതാഗത സംവിധാനം വളരെ ശോചനീയമാണ്. നഗരങ്ങളിൽ ഇന്നുള്ള ബസ്സുകളും തീവണ്ടികളും യാത്രാ പ്രശ്നങ്ങൾ പരിഹാരമാവുന്നില്ല. അവിടുത്തെ ഗതാഗതക്കുരുക്കമൊക്കെ ആണെങ്കിലും നഗരങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. പിന്നെ സാമൂഹ്യ തിന്മകൾ. നഗരസമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വൻതോതിൽ കാണപ്പെടുന്നു. സമൂഹത്തിൽ ഒത്തിരിയേറെ പീഡനങ്ങൾ, അതുപോലെ സ്ത്രീധന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നഗരങ്ങളിൽ വളരെ കൂടുതലാണ്. നഗരസമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വളരെയധികം കൂടുന്നു. അതുപോലെ തന്നെ കഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള എല്ലാം നഗരങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജനങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നതിനാൽ സാമൂഹ്യ തിന്മകൾ വളരെയധികം പെരുകാനായിട്ട് കാര്യമാണ്. സാമൂഹ്യ തിന്മകളായ മദ്യം, മയക്കുമരുന്ന്, ലൈംഗിക പീഡനങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരിയേറെ അനാശാസ്യ പ്രവർത്തനങ്ങളെല്ലാം ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ജനങ്ങൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്നു. പലതരത്തിലുള്ള ആളുകളായിരിക്കും അവിടെ താമസിക്കുന്നത്. കുറ്റവാസന ഉള്ളവരും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ സഹവസിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പാഠം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക.